എങ്ങനെ ഇതിനുള്ളിൽ കയറുക? ഇതെന്താ ഇത്? ഓ അച്ഛാ, പാന്റ് പാന്റ് അമ്മാവാ, പാന്റ് പാന്റ്. ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ഫ്രാക്ചർ വ്ലോഗ്സ്. ബഡീസേ, ഇന്ന് നമ്മ സശയായിട്ട് വെറുതെ ഒന്ന് ഔട്ടിങ്ങിന് പോകാൻ നിൽക്കണേ. പുറത്തൊക്കെ നാളെ ബീച്ചിൽ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ എടുക്കണേ. അയാളെ എപ്പോഴും കൊണ്ടുപോകാറില്ലല്ലോ, ഇടയ്ക്കേ കൊണ്ടുപോകാറുള്ളൂ. അതുകൊണ്ട് നമ്മ അയാളെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി അയാൾക്ക് ഇഷ്ടമുള്ള നമുക്കൊരു ഷോപ്പിലൊക്കെ പോവാം. ഒരു ഡ്രസ്സൊക്കെ നോക്കാം, പറ്റണമെങ്കിൽ നമുക്കത് മേടിക്കാം. പിന്നെ ഇയാളെ പുറത്ത് ബീച്ചിലൊക്കെ കറങ്ങാൻ കൊണ്ടുപോകാനാണ് പ്ലാൻ. സൺസെറ്റ് തീരണതിന് മുമ്പ് എത്താനാണ് പ്ലാൻ. ഇവിടെ നിന്നൊരു 6-8 കിലോമീറ്റർ എന്തോ ഉണ്ട് നമ്മുടെ വൈപ്പിൻ ലൈറ്റ് ഹൗസ് ബീച്ചിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ. സശ, പോകാൻ റെഡിയാണോ? പോണോ സശ? സശ ഓണായിട്ട് നിൽക്കണേണ്. പോവാം, റെഡിയല്ലേ താൻ? അപ്പോൾ ഡീസേ സശ ഓണായിട്ട് നിൽക്കണേണ്. അപ്പോൾ നമുക്ക് നേരെ ബീച്ചിലോട്ട് പോവാം. ഇതേ അച്ഛമ്മക്ക് വെള്ളം കൊടുക്കണേണ്. അപ്പോൾ ഡീസേ ഇതേ നമ്മുടെ ലൈറ്റ് ഹൗസ് ബീച്ചിലെത്തിയിട്ടുണ്ട്. സശ ഇങ്ങനെ എല്ലാവരെയും കണ്ടിട്ട് വേറെ ഡോഗ്സിനെയൊക്കെ കണ്ടിട്ട് മറ്റേ കനം കൂടായിട്ട് ഇരിക്കണേണ്. അപ്പോൾ സശ ഇങ്ങോട്ട് വന്നേനി. സശനെ കുറേ നാളായി നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ടുവന്നിട്ട് എന്ന് വെച്ചാൽ പുറത്തൊക്കെ ഇറക്കിയിട്ട് ഇത്തിരി നാളായി. അപ്പോൾ അതുകൊണ്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണേ. എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ തിമിർത്ത് മറിയണമെന്നാണ് ആശാൻ പറയണത്. ഇവിടെ വന്നേ മഴ വന്നൊക്കെ അപ്പുറം കൂട്ടാ പെട്ടെന്നോ. ഇതേപോലെ ഈ സൺസെറ്റ് കഴിഞ്ഞിട്ടില്ല, നമ്മൾ എത്തിയപ്പോൾ സൺസെറ്റിന് മുമ്പ് എത്തിയിട്ടുണ്ട്. കിടിലിനൊരു സൺസെറ്റ് കാണാനുള്ള ഒരു ലക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു കിടിലം മഴയും കുറേ കൈറ്റ്സ് ഒക്കെ ഉണ്ട്. പൊക്കത്ത് കുറേ കൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് പട്ടം മേടിച്ചിട്ട് ഇങ്ങനെ പറത്താൻ പറ്റും. അങ്ങനെ കുറേ പേര് പറത്തണ്ട. നമുക്ക് ഈ സശയുടെ ഈ അഗ്രഷൻ, ഈ ഒരു സാധനമില്ലേ, എക്സൈറ്റ്മെൻ്റ് ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് പറ്റിയ പട്ടം മേടിക്കുക, കണ്ടത് ഇങ്ങനെ പറത്തി കളിക്കുക. പൊക്കത്ത് നോക്കിയാൽ കുറേ പട്ടങ്ങളുണ്ട്. കണ്ടതേ അപ്പുറത്തൊരു ചേട്ടൻ പട്ടം പറത്തണ്ടതേ. ഇവിടെ എല്ലായിടത്തും പട്ടം പറത്തി വിട്ടേക്കണതേ. സണ്ണൊക്കെ നല്ല പ്രോപ്പറായിട്ട് കാണാം. അപ്പോൾ ഡീസേ പെട്ടെന്ന് ഇതേ ഇപ്പുറത്ത് തന്നെ കിട്ടിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നെ ഇവിടെ കെട്ടി നമ്മളെ ബാബാ. അപ്പോൾ ഡീസേ സശന് ഹാപ്പി ആയിട്ട് ഇരിക്കണേ. ഇനി നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് സശക്ക് വെള്ളം പേടിയുണ്ട്. അവിടെ ബീച്ചിലോട്ടൊന്നും ഇറങ്ങിയ ആള് വേറെ ഡോഗ്സിനെ കണ്ട അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ട കെട്ടിയിടല്ലേ അയച്ചു വിടുന്ന പറയണം. പക്ഷേ നമ്മ കഴിഞ്ഞിട്ട് ഇത് വിട്ട് എന്നിട്ട് മുടി നടക്കാനൊന്നുമല്ല. ആൾക്ക് ഇവിടെ എല്ലാവരും ഇപ്പം അമേരിക്കൻ പുള്ളി അല്ലേ ഇങ്ങനെ ഗാഡി ഒന്നുമില്ല, നമ്മളെ ഗാഡി ചെയ്യണം. കമ്പനി ആയി കഴിഞ്ഞാൽ happy, Sasha happy. Kamu. പേടിച്ച kadikian masih nggak sama. Pulang.
വെള്ളം വന്നേക്കണം. ജലവെള്ളത്തിന് വെള്ളത്തിലിറങ്ങി ചെറുതായിട്ട് ഇങ്ങനെ പേടി വരുന്നുണ്ട്. അതിൻ്റെ ഫുള്ള് ഇറങ്ങൂല, അവർക്ക് പേടിയാണ്. വെള്ളം തൊണ്ടേക്ക് ബീച്ചിലൊക്കെ ഒന്ന് കശേന നമ്മൾ ഓണാക്കി എടുത്തേക്കുന്നതാണ്. ഇനി പഠിച്ച് നമ്മൾ ചെറുതായിട്ട് ഹാപ്പിയാണ്. ഇത്ര ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ മാറിയാണ് ഹാപ്പിയാണ്. നമ്മൾ ഇടക്കിടക്ക് ട്രിപ്പൊക്കെ വേണം. ആൾക്കും മറ്റേ മലയും കാര്യങ്ങളും ഇഷ്ടം. ബീച്ചിലേക്ക് കൊടൈക്കനാല്, മൂന്നാർ, വാഗമൺ അങ്ങനെയുള്ളതൊക്കെ ഇയാൾക്ക് തണുപ്പും മലയൊക്കെ കാട്ടുന്നുണ്ട്. പഠിച്ച് നമ്മുടെ ചാച്ചമ്മ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ ചാച്ചമ്മയുടെ ഒരു എന്തെങ്കിലും ടീഷർട്ട് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി നമുക്ക് ഷോപ്പിലോട്ട് പോകാം. ക്രിസ്മസ് ഒക്കെ അല്ലേ വന്നെ. അപ്പോൾ നമുക്ക് നേരെ ചാച്ചമ്മ ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പഠിച്ച അപ്പോൾ നമ്മൾ സശയുടെ നെയിലും കൂടി ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിരിക്കണേണ്. നെയിൽ ക്ലീൻ ചെയ്യുന്നതല്ല, കട്ട് ചെയ്യണം. അവളുടെ നെയിൽ വളർന്നുണ്ട്. അപ്പോൾ നെയിൽ കട്ടിങ്ങും പിന്നെ ഡ്രസ്സും കൂടി സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആളതിൻ്റെ അകത്തിരിക്കണേണ്. അപ്പോൾ ആളെ നമുക്ക് അകത്തുനിന്ന് പുറത്തോട്ട് കൊണ്ടുവരാം. ചാച്ചമ്മ റെഡി ആയിട്ടുണ്ടോ? പക്ഷേ നെയിൽ കട്ടിങ് ഒക്കെ ചാച്ചമ്മക്ക് പേടിയാണ്. എന്നാലും നമുക്ക് കട്ട് ചെയ്യിക്കാം. പേടിച്ച് വാ 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 ഞാൻ എങ്ങോട്ടെങ്കിലും ഓടാം. നിൽക്കുക. അതിനോട് ആരാ പോന്നെ? അളിയ നിൽക്ക. ഞാൻ എന്നെ കൊന്നിട്ട് പോരെ. ആള് ചെറുതായിട്ട് പേടിച്ചിരിക്കണേണ്. സംഭവം ഈ ടേബിൾ കാണുമ്പോൾ സശക്ക് പേടിയാവും. പരീക്ഷ നമുക്കിതേ അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഡ്രസ്സ് വെച്ചേക്കണം. ഡ്രസ്സും ഇവിടെയും ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ആൾ കൈ കണ്ടി ഇതണ്ട കണ്ട കയ്യിൽ നെയിലൊക്കെ വളഞ്ഞിരിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിടാനുണ്ട്. പരീക്ഷ കട്ടിങ്ങിലോട്ട് പോകാം. പേടിച്ചിരിക്കണെന്ന് വെച്ചാൽ ആകെ ഇങ്ങനെയാണ് പരീക്ഷ. ഡോഗ്സിൻ്റെ നെയിൽ കട്ട് ചെയ്യണം. ആള് പേടിച്ച് പള്ളി കയറിയാക്കണേ. ചാച്ചമ്മ പേടിക്കണ്ട കേട്ടാ. നെയിൽ കട്ട് ചെയ്യാനാ. പേടിച്ച് ചുകൊണ്ട. പറ്റി സുന്ദരിയായി. ഇനി നൈസായിട്ട് ഗ്രൈൻഡ് ചെയ്യും. അതായത് വെറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്യും. ഇതൊക്കെയാണ് അടുത്ത് വരരുത്. അടുത്ത് വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ച് കളയും ഞാൻ. ഇതൊക്കെ പറ്റുമെന്ന് തോന്നുന്നത്. ആളിങ്ങനെ നോക്കിയേക്കണേ. ആച്ചാ സെറ്റ് ചെയ്തേ. ഇതെങ്ങനെയുണ്ട് ഈ സാധനം? കൊള്ളാൻ തോന്നുന്നത്. പിന്നെ അവിടെയും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അടിയിൽ സശക്തമായ ഈ കളറുണ്ട്. ഏതെങ്കിലും ഇട്ടിട്ട് ഏതാ പറ്റുന്ന നോക്കിയിട്ടാണ് നമുക്കത് സെലക്ട് ചെയ്യാം. ഇട്ടോകളുടെ ഇതെന്താ പറയുക? ഇട്ടോകളല്ല. എങ്ങനെ ഇതിനുള്ളിൽ കയറുക? ഇതെന്താ ഇത്? ഓ അച്ഛാ, പാന്റ് അമ്മാവാ, പാന്റ് ഈ സംഭവം
ये थोड़ा टाइट है, इससे थोड़ा बड़ा साइज है। ये बड़ा नहीं था ये सेम ही है। या तो कुछ चलता ही ना इतने होगी कि देखा हो എടുക്കാൻ പോകണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ആടുമ്പോൾ ചുള്ളനായി ചുള്ളി സംഭവം തെറ്റാണ്ട് ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ചുവൻ. അപ്പോൾ ഡീസേ നിങ്ങൾക്ക് ഈ സശയുടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക്, ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ബഡീസേ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ ബൈ. ബഡീസേ ഞാൻ ഈ ഡ്രസ്സ് നോക്കുന്ന ടൈമിൽ ഒരു ഷൂവും കണ്ടായിരുന്നു. അപ്പോൾ അത് ഇയാളെ ഇടിച്ചു നോക്കാൻ വേണ്ടി നിൽക്കണം. ഇയാൾക്ക് എന്തോ അപ്പിൽ ചവിട്ടി പോലെ നിൽക്കണം. വെയിറ്റ്, ലൂസാണ്. ബാ കം ഇവിടെ നടന്നേ. वैष्णव जन तो तेरे तकिए, वैष्णव जन तो तेरे तकिए, वैष्णव जन तो तेरे तकिए, वैष्णव जन तो तेरे तकिए. वैष्णव नमस्ते जी. प्रणाम. എന്താ വേണ്ട വേണ്ട മേടിതാ അപ്പാറി നമസ്തേ